പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാലക്കാട്ടേക്ക് എത്തുകയാണ്. ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്യുന്നു. കഴിഞ്ഞ ദിവസം കോയമ്പത്തൂരിൽ വമ്പൻ റോഡ് ഷോ നടത്തിയ ശേഷമാണ് പ്രധാനമന്ത്രി ഇന്ന് പാലക്കാട്ടേക്ക് എത്തുന്നത്. ഇവിടെ നിന്നും സേലത്തേക്കും അദ്ദേഹം പോകും. ദക്ഷിണേന്ത്യ കേന്ദ്രീകരിച്ചുള്ള, പ്രത്യേകിച്ചും കേരളവും തമിഴ്നാടും കേന്ദ്രീകരിച്ചുള്ള അതിവിപുലമായ പ്രചാരണ പരിപാടികളാണ് പ്രധാനമന്ത്രി നേരിട്ട് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായാണ് ദിവസങ്ങളുടെ ഇടവേളയിൽ പത്തനംതിട്ടയിലെ പരിപാടിക്ക് ശേഷം പ്രധാനമന്ത്രി വീണ്ടും കേരളത്തിലേക്ക് എത്തുന്നത്. പാലക്കാടാണ് BJP ഭരിക്കുന്ന പാലക്കാട് നഗരസഭ. അതിൻ്റെ കൂടി ശക്തി പ്രകടനമായി തീർച്ചയായും ഇന്നത്തെ ഈ റോഡ് ഷോ മാറ്റാനുള്ള ഒരുക്കത്തിലാണ് BJP പ്രവർത്തകരും കാത്തിരിക്കുന്നത്. നേരത്തെ തന്നെ മണിക്കൂറുകൾക്ക് മുന്നേ തന്നെ പ്രവർത്തകർ റോഡിന് ഇരുവശവുമായി സ്ഥാനം പിടിച്ചു കഴിഞ്ഞിരുന്നു. വലിയ പ്രതീക്ഷയോടെ പാലക്കാടും BJP വിജയിക്കും എന്ന പ്രതീക്ഷയിലേക്ക് തന്നെ BJP പ്രവർത്തകർ പറയുമ്പോൾ വലിയ അതിശക്തമായ അല്ലെങ്കിൽ ത്രികോണ പോരാട്ടത്തിലേക്ക് തന്നെ കാര്യങ്ങൾ പോകുന്നു എന്നും ഈ പ്രചാരണ ചൂടിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് വിലയിരുത്താൻ കഴിയും. UDF സ്ഥാനാർത്ഥിയായി ശ്രീ VK ശ്രീകണ്ഠനും LDF സ്ഥാനാർത്ഥിയായി വിജയരാഘവനുമാണ് മത്സരരംഗത്തുള്ളത്. ഒപ്പം BJP സ്ഥാനാർത്ഥിയായി C കൃഷ്ണകുമാർ. മറ്റ് മണ്ഡലങ്ങളിലെ BJP സ്ഥാനാർത്ഥികൾ കൂടി ഇന്ന് പ്രധാനമന്ത്രിക്കൊപ്പം ഈ റോഡ് ഷോയിൽ പങ്കെടുക്കുമെന്നാണ് അറിയുന്നത്. ഗൂഗിൾ കേൾക്കാമെങ്കിൽ പ്രധാനമന്ത്രി പാലക്കാടിൻ്റെ മണ്ണിൽ തൊട്ടോ? അദ്ദേഹം എപ്പോഴാണ് പുറത്തേക്ക് ഇറങ്ങുക? മോദിയുടെ ഹെലികോപ്റ്റർ, അതായത് അടങ്ങിയ 3 അകമ്പടി ഹെലികോപ്റ്ററുകളും ഇപ്പോൾ ലാൻഡ് ചെയ്തിട്ടുണ്ട്. ഉടൻ തന്നെ ഹെലിപാഡിൽ നിന്ന് അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങും. ഒരു പ്രത്യേക സുരക്ഷാ മേഖലയാണ്. ആർക്കും ഈ ഹെലിപാഡിനടുത്തേക്ക് പ്രവേശനമില്ല. അവിടെ നിന്നൊക്കെ മാധ്യമപ്രവർത്തകരെ അടക്കം മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ഈ വഴിയിലൂടെ, നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന വഴിയിലൂടെ അല്പസമയത്തിനുള്ളിൽ തന്നെ മോദി കടന്നു പോകും. ഇത് ഹെലിപാഡിന് തൊട്ടടുത്തുള്ള വഴിയാണ്. ഇപ്പോൾ അകമ്പടി ഹെലികോപ്റ്ററുകളും ലാൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ദൃശ്യങ്ങൾ നമുക്ക് ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ചെറിയൊരു മറവുണ്ട്, മരങ്ങളുടെ മറവ്. എത്രമാത്രം അത് വ്യക്തമാകുമെന്ന് അറിയില്ല. ഏതായാലും ഹെലികോപ്റ്റർ, അതെ, അത്തരത്തിൽ ഹെലികോപ്റ്റർ ഇപ്പോൾ ലാൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അല്പസമയത്തിനുള്ളിൽ തന്നെ അവിടെ നിന്ന് മോദി ഹെലികോപ്റ്ററിൽ നിന്ന് പുറത്തിറങ്ങും. 23 പേരാണ് ലൈനപ്പിൽ മോദിയെ സ്വീകരിക്കാൻ ഉള്ളത്. അതിനുശേഷം ഉടൻ തന്നെ മോദി ഇവിടെ നിന്ന് അഞ്ചുവിളക്കിലേക്ക് പുറപ്പെടും. അഞ്ചുവിളക്കിലേക്ക് ഇവിടെ നിന്ന് ഏകദേശം ഒരു 10 മിനിറ്റിൻ്റെ ദൂരം മാത്രമേ ഉള്ളൂ. അതിനുള്ളിൽ തന്നെ അഞ്ചുവിളക്കിൽ എത്തും. അവിടെ നിന്നാണ് റോഡ് ഷോ ആരംഭിക്കുന്നത്. പ്രവർത്തകർ ഇപ്പോൾ തന്നെ ആവേശത്തോടെ അവിടെ മോദിയെ കാത്തു നിൽക്കുകയാണ്. ഏകദേശം 50,000-ഓളം പേർ പങ്കെടുക്കുമെന്നാണ് BJP അറിയിക്കുന്നത്. അപ്പോൾ അത്ര വലിയൊരു റോഡ് ഷോ അവിടെ ഉണ്ടാകും. 1 കിലോമീറ്റർ ആണ് ദൂരം. അഞ്ചുവിളക്ക് മുതൽ ഹെഡ് പോസ്റ്റ് ഓഫീസ് വരെ 1 കിലോമീറ്ററാണ് ദൂരം. പക്ഷേ അരമണിക്കൂർ സമയമെടുത്തായിരിക്കും ഈ ഒരു റോഡ് ഷോ കംപ്ലീറ്റ് ചെയ്യുക. അപ്പോൾ അത്തരത്തിൽ തന്നെ വളരെ പതുക്കെ വാഹനത്തിൽ നീങ്ങി എല്ലാവർക്കും മോദിയെ കാണാനുള്ള ഒരു അവസരം ഒരുക്കി അങ്ങനെ ആയിരിക്കും ആ ഒരു റോഡ് ഷോ മുന്നോട്ട് പോവുക. ഏതായാലും അതിന് കാത്തിരിക്കുകയാണ് പാലക്കാട്ടെ BJP പ്രവർത്തകർ. ഈ ഇലക്ഷൻ പ്രഖ്യാപിച്ച ഒരു സമയത്താണ് മോദി വരുന്നത്. അത് വളരെയധികം ഉള്ള ഒരു കാര്യം കൂടിയാണ്. കാരണം ആ ഒരു സമയത്ത് പ്രവർത്തകരുടെ ആത്മവിശ്വാസം കൂട്ടുക, അല്ലെങ്കിൽ ആ രീതിയിൽ ഒരു ഏകോപിപ്പിക്കാൻ കഴിയുക എന്നുള്ളതാണ് ഈ ഒരു സന്ദർശനത്തിൻ്റെ പ്രധാനമായ ലക്ഷ്യം. 3 സ്ഥാനാർത്ഥികൾ ഈ റോഡ് ഷോയിൽ മോദിക്കൊപ്പം ഉണ്ടാകും. പാലക്കാട്ടെ സ്ഥാനാർത്ഥിയായ കൃഷ്ണകുമാറും അതോടൊപ്പം തന്നെ പൊന്നാനി, മലപ്പുറം മണ്ഡലങ്ങളിലെ NDA സ്ഥാനാർത്ഥിയും നരേന്ദ്രമോദിക്കൊപ്പം ഉണ്ടാകും. അങ്ങനെയാണ് റോഡ് ഷോ സംഘടിപ്പിക്കുന്നത്. ഇപ്പോൾ വാഹനത്തിൽ തന്നെ 3 പേരും നിന്ന് പോകുമെന്നാണ് അറിയാൻ കഴിയുന്നത്. മോദി ഒരുപക്ഷെ ഈ വഴിയിലൂടെ നടന്ന് പ്രവർത്തകരെ അഭിവാദ്യം ചെയ്യാനുള്ള ഒരു സാധ്യതയുമുണ്ട്. ഏതായാലും അതെങ്ങനെയായിരിക്കും എന്നുള്ളത് നമുക്ക് ആ റോഡ് ഷോ തുടങ്ങിയാലേ അറിയാൻ കഴിയൂ. അഞ്ചുവിളക്ക് മുതൽ ഹെഡ് പോസ്റ്റ് ഓഫീസ് വരെയാണ്. ഇപ്പോൾ തന്നെ ഈ സ്ഥലത്തൊക്കെ തന്നെ ആളുകൾ മോദിയെ കാണാനായിട്ട് കൂടി നിൽക്കുന്നുണ്ട്. ഇത്തരത്തിൽ നിരവധി പേർ, സാധാരണക്കാർ ഇവിടെ നിൽക്കുന്നു. ചേട്ടാ, മോദിയെ കാണാനായിട്ട് നിൽക്കുകയാണോ? ഈ വഴി വരുമ്പോൾ ഒരു തവണയെങ്കിലും കാണാൻ വേണ്ടിയാണോ? ചേട്ടൻ മോദിയെ കാണാൻ വേണ്ടി നിൽക്കുകയാണ്? ഒരു നോക്ക് കാണാൻ വേണ്ടി നിൽക്കുകയാണ്. പരിപാടിക്ക് പോയിരുന്നു, റോഡ് ഷോന് പോകുന്നില്ലേ? പോകുന്നുണ്ട്. അവിടെ ഭയങ്കര തിരക്കാണ്, ഏതും വിടുന്നില്ല. എല്ലാവരും ബ്ലോക്ക് ചെയ്തിരിക്കുക റോഡുകളൊക്കെ. കനത്ത സുരക്ഷയാണ്. അപ്പോൾ ഈ വഴിയൊന്ന് കാണാൻ പറ്റുന്നു, ഒരു നോക്ക് കാണാം. അതാണ്, ഈ കനത്ത സുരക്ഷയിലാണ് പാലക്കാട് നഗരം. അതും കൂടി നമ്മൾ എടുത്തു പറയണം. ഏകദേശം 500 പോലീസ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ വലിയ രീതിയിലുള്ള സുരക്ഷയിലാണ് പാലക്കാട് നഗരം. അതുകൊണ്ട് തന്നെ ആ രീതിയിൽ പലർക്കും 50,000 പേരൊക്കെ തന്നെ ഈ പരിപാടിയിലും പങ്കെടുക്കുന്നുണ്ട്. വലിയ തിരക്കുള്ള കാരണം പല പ്രവർത്തകരും ഇങ്ങനെ ഇടവഴികളിലൊക്കെ തന്നെ നിന്ന് മോദി ഒരു നോക്ക് കാണാനായി നിൽക്കുന്നുണ്ട്. ഈ പ്രധാന വഴിക്ക് സമീപം ആരെയും നിൽക്കാൻ പോലീസ് അനുവദിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ ബാരിക്കേഡിന് പിന്നിലേക്ക് ഇടവഴിയിലെ ചില സ്ഥലങ്ങളിലൊക്കെ തന്നെ ഇങ്ങനെ നിന്ന് മോദി ഒരു
നമുക്ക് കാണാൻ കഴിയുമെന്നാണ് ഇവർ പ്രതീക്ഷിക്കുന്നത്. അത്തരത്തിൽ നിരവധി പേർ ഈ ഇടവഴികളിലുമൊക്കെ തന്നെ നിൽക്കുന്നതും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ശരി, എന്തായാലും പ്രധാനമന്ത്രി എത്തിയിരിക്കുന്നു. മേഴ്സി കോളേജ് KSRTC വഴി നഗരസഭയ്ക്ക് മുന്നിലെ കോട്ടമൈതാന ഭാഗത്തേക്ക് അദ്ദേഹം എത്തും. തുടർന്ന് 5 വിളക്കിൽ നിന്ന് തുടങ്ങി സുൽത്താൻപേട്ട വഴി ഹെഡ് പോസ്റ്റ് ഓഫീസ് വരെയാണ് പ്രധാനമന്ത്രി നയിക്കുന്ന റോഡ് ഷോ ഉണ്ടാവുക. ശേഷം മോയിൻ സ്കൂൾ ജംഗ്ഷൻ, പട്ടിക്കര മേൽപ്പാലം, ശകുന്തള ജംഗ്ഷൻ, KSRTC വഴി തിരിച്ച് മേഴ്സി കോളേജ് മൈതാനത്തേക്ക് അദ്ദേഹം മടങ്ങുകയും ചെയ്യും. എന്തായാലും വലിയ അതിശക്തമായ രീതിയിലുള്ള പ്രചാരണ പരിപാടികൾക്ക് BJP മുന്നിട്ടിറങ്ങുമ്പോൾ അതിന് പ്രധാനമന്ത്രിയുടെ നേതൃത്വം തന്നെ ലഭിക്കുന്നു എന്നതാണ് ഏറ്റവും സവിശേഷമായ കാര്യം. പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിലെ NDA സ്ഥാനാർത്ഥി C. കൃഷ്ണകുമാർ, പൊന്നാനി മണ്ഡലത്തിലെ NDA സ്ഥാനാർത്ഥി നിവേദിത സുബ്രഹ്മണ്യൻ, മലപ്പുറം മണ്ഡലത്തിലെ NDA സ്ഥാനാർത്ഥി അബ്ദുൽ സലാം എന്നിവരും പ്രധാനമന്ത്രിക്കൊപ്പം റോഡ് ഷോയിൽ പങ്കെടുക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഇപ്പോൾ പ്രധാനമന്ത്രി എത്തിയിരിക്കുന്നു. അല്പസമയത്തിനകം തന്നെ അദ്ദേഹം പ്രധാന കവാടത്തിലൂടെ റോഡിലേക്ക് പ്രവേശിക്കുമെന്നാണ് അറിയുന്നത്. നേരത്തെ തന്നെ മണിക്കൂറുകൾക്ക് മുന്നേ തന്നെ റോഡിന് ഇരുവശത്തുമായി BJP പ്രവർത്തകരുടെ വലിയ നിര പ്രധാനമന്ത്രിയെ കാണാനായി തമ്പടിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ പ്രവർത്തകർ പങ്കുവയ്ക്കുന്ന പ്രധാനമന്ത്രിയുടെ ഈ ഒരു സന്ദർശനം അത് വലിയ തോതിൽ BJPക്ക് അനുകൂലമായൊരു ട്രെൻഡ് ഉണ്ടാക്കി തീർക്കും. പാലക്കാടും BJPക്ക് ജയിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷ BJP പ്രവർത്തകർ മുന്നോട്ട് വയ്ക്കുകയും ചെയ്യുന്നുണ്ട്. നമുക്ക് പ്രധാനമന്ത്രിയുടെ റോഡ് ഷോയ്ക്ക് ഒരുക്കിയിട്ടുള്ള വാഹനമാണ്, പ്രത്യേകം സജ്ജീകരിച്ച വാഹനമാണ് ഇപ്പോൾ കാണുന്നത്. അതിലാണ് പ്രധാനമന്ത്രി റോഡ് ഷോ നടത്തുക. അപ്പം നേരത്തെ ഗൂഗിളും പറഞ്ഞതുപോലെ മറ്റ് പൊതുസമ്മേളനമൊന്നുമില്ല, അതിൻ്റെ ഒരു നിരാശ പ്രവർത്തകർക്കുണ്ട്. പക്ഷേ ഈ റോഡ് ഷോയിൽ ഒരുപക്ഷെ പ്രധാനമന്ത്രി വാഹനത്തിൽ നിന്ന് പുറത്തിറങ്ങി നേരിട്ട് ആളുകളുമായി സംസാരിച്ചു കൂടായികയുമില്ല. പ്രധാനമന്ത്രിയുടെ പല റോഡ് ഷോകളും നമ്മൾ അങ്ങനെയൊക്കെ കണ്ടിട്ടുള്ളതാണ്. അപ്രതീക്ഷിതമായ ചില കാര്യങ്ങൾ അദ്ദേഹം ചിലപ്പോൾ ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാകും എന്ന് പ്രധാനമന്ത്രിയെ കുറച്ചുകൂടി അടുത്ത് കാണാൻ കഴിയുമെന്ന പ്രതീക്ഷയൊക്കെ BJP പ്രവർത്തകർക്കുണ്ട്. ഇതിനുശേഷം പാലക്കാട്ടെ റോഡ് ഷോയ്ക്ക് ശേഷം അദ്ദേഹം സേലത്തേക്കാണ് പോവുക. തമിഴ്നാടും കേന്ദ്രീകരിച്ച് തമിഴ്നാട്ടിൽ വലിയ പ്രതീക്ഷ BJP ഇതിനോടകം തന്നെ പിന്തുടരുന്നുണ്ട്. കാരണം ഈ കഴിഞ്ഞ കാലങ്ങളിൽ വന്ന അഭിപ്രായ സർവേകളിലെല്ലാം വലിയ വോട്ട് ശതമാനം, അതിലൊരു കുതിപ്പ് BJPക്ക് ഉണ്ടാകുമെന്ന പ്രവചനങ്ങളുണ്ട്. 20-25% വരെ വോട്ടിംഗ് പെർസെൻറ്റേജ് എത്തിയിരിക്കുമെന്ന പ്രവചനങ്ങൾ, 4 മുതൽ 5 സീറ്റുകൾ വരെ കിട്ടിയേക്കുമെന്ന പ്രവചനം. അതുകൊണ്ടൊക്കെ തന്നെ കൂടുതൽ തമിഴ്നാട് കേന്ദ്രീകരിച്ചുള്ള പ്രചാരണ പരിപാടികൾ BJP നടത്തുന്നത്. അതിൻ്റെ ഭാഗമായി കേരളവും കൂടി പ്രധാനമന്ത്രി പ്രത്യേക പരിഗണനയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. ഇപ്പോൾ